Favorite Tamil actor or actress? Actors. சொல்லக்கூடாது. Your favorite hobby? எனக்கா இது மாதிரி இன்டர்வியூஸ் அடுத்த கொஸ்டின். இதெல்லாம் கொஸ்டினா? என்னன்னா இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க. ഷാരൂഖ് ഖാൻ പാവം അവര് ഒരു സീൻ നടിച്ചിട്ട് അത് കട്ട് பண்ணி ഒരുപാട് ഇന്റർവ്യൂസ് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ രണ്ട് ബിഗ് സ്റ്റാർസിനെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെ ഇരുത്തിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരെ ഇരുത്തി ചിരിച്ച് കളിച്ച് അവരെ ആ കംഫർട്ട് സോണിനകത്ത് ആക്കി ആ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂവർ ഇർഫാനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. മലയാളത്തിലുള്ള ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലുള്ള ഒരുപാട് ഇന്റർവ്യൂവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റാത്തൊരു കാര്യമാണ് ആ ചെറുക്കൻ ചെയ്തത്. ഇർഫാൻ ഒരു യൂട്യൂബർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഇവിടെയുള്ള ആൾക്കാർ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ ആ കംഫർട്ട് സോൺ ആ അറ്റ്മോസ്ഫിയറിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ എത്ര കംഫർട്ടായിട്ടിരിക്കുന്നു. അതിൽ ഇർഫാൻ അടുത്തൊക്കെ ഇരുന്ന് മോഹൻലാലോട്ട് ഞങ്ങൾ കമ്പനിയായി പുള്ളിയെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തകടിക്കുക നമ്മളിങ്ങനെ പൊതുവെ കാണാറില്ലല്ലോ. സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ പുള്ളി ഒരു അപ്രിസിയേഷൻ്റെ ആവശ്യം ഇല്ലേ ഗൈസ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുകയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി കേരളത്തിൽ ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന തരംഗം പ്രമോഷനാണ് മെയിനായിട്ട്. പൃഥ്വിരാജിൻ്റെ അതീവ ബിസിനസ് മൈൻഡും അതിനകത്തുണ്ട്. അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. മോഹൻലാലിനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എറിയേണ്ട അടുത്ത് എറിഞ്ഞത് കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാർ മൈക്കിൾ ജാക്സനാണ്. മൈക്കിൾ ജാക്സനേക്കാളും ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റാർ ലോകത്തിന് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ഇല്ല, കിളവന്മാർക്കും അപ്പൂപ്പന്മാർക്കും ഒരേ മൈക്കിൾ ജാക്സൺ ആയിരുന്നു വെച്ചറിയും. അതേപോലെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു നടന്ന ഫാനല്ല. അതെടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആരെയും ഫാനല്ല. അവരുടെ അഭിനയം മാത്രമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതിനുള്ളൊരു റീസണാണ് ഈ പടം ഇറങ്ങി എന്നുള്ള ഹൈപ്പ് കൊടുത്തപ്പോൾ ഇപ്പോൾ എത്രയോ സിനിമ മോഹൻലാലിനെ കുറേ നാളായിട്ട് ഇങ്ങനെ മോശമായിട്ടിരിക്കുകയാണ്, നല്ല അഭിപ്രായത്തിലല്ല, ഒന്നും വിജയിച്ചില്ല. ലാസ്റ്റ് ഇറങ്ങിയ ബറോസ് വരെ മോശം അഭിപ്രായം വരുന്നു. ബട്ട് ഈ ഒരു പടത്തിന്റെ ഹൈപ്പ് നോക്കുക. അത് മെയിൻ റീസൺ മോഹൻലാൽ, സെക്കൻഡ് പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എംബ്രാൻ എന്ന് പറഞ്ഞ സിനിമ, ലൂസിഫറിന്റെ വിജയം, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മെയിൻ റീസൺ എൻ്റെ ഫാക്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ. അയാളുടെ അടുത്ത് ഈ ജനങ്ങൾക്ക് മലയാളികൾക്കുള്ള സ്നേഹമാണ് ആക്ച്വലി ഈ സിനിമ. അത്രയും പ്രതീക്ഷയാണ് ഈ പടത്തിന് ഇത്രയും കളക്ഷനും ഈ പ്രീ സെയിൽസ് ഒക്കെ വരാനുള്ള ഒരു മെയിൻ റീസൺ. ഇത്രയും ഹൈപ്പിനൊത്ത സിനിമയും കൂടെ അതുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വമ്പൻ സിനിമ ഇത് തന്നെയായിരിക്കും. ഇനി ഇതുപോലൊരു സിനിമ ബിലാലിന് സാധ്യത ഉണ്ടോ? പക്ഷേ ചിലപ്പോൾ ഇത്രയും എനിക്കറിയില്ല കേട്ടോ. മോഹൻലാലിന് അത്രയും ഒരു സാധനം ലൈക്കില്ല. രണ്ടുപേരും വീക്കില ഇല്ലെന്നല്ല, രണ്ടുപേർക്കും പറ്റിയ അവരുടേതായ രീതിയിൽ ഒരു യുണീക്കാണ്. പക്ഷേ എന്നാൽ ഇത്രയും ഒരു സാധനം മോഹൻലാലിനെ പുള്ള് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എനിവേ എന്തായാലും ഇത്രയും ഹൈപ്പുള്ള സിനിമയാണുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ പടം ഫസ്റ്റ് ഡേ പോയി തിയേറ്ററിൽ കാണും. ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഫാൻ ഷോ 6 മണിക്കാണ്. അതിനുശേഷമുള്ള ഷോയ്ക്ക് ഞാൻ പോയി കണ്ടിട്ട് ലൈവായിട്ട് ഞാൻ ഇതിന് റിവ്യൂ ഇടുകയും ചെയ്യും യൂട്യൂബിൽ. വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ റിവ്യൂ പറയുന്നത് കേൾക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ശരി, ബൈ.